പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഞാൻ പാട്ട് പാടിയാൽ ഏതായാലും വലിയ ശരിയാവില്ല. പക്ഷേ ഈ അടുത്ത് വളരെ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഗ്രൗണ്ടിൽ വളരെ ട്രെൻഡായ ഒരു സോങ് ആണ് നാദാപുരത്തുകാരനായ ഒരു കുഞ്ഞബ്ദുള്ളക്ക അങ്ങ് ഖത്തറിൽ നിന്ന് എഴുതി നമ്മുടെ അയ്യപ്പ എന്ന പാട്ടിൻ്റെ പാരഡിയായി എഴുതിയ ഈ ഒരു ഗാനം എന്ന് പറയുന്നത് കോൺഗ്രസിന് വിജയത്തിലേക്ക് പോലും വളരെ ഉപകാരപ്രദമായ ഒരു പാട്ടാണ് ഇത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ പാട്ട് വിവാദമായിരിക്കുകയാണ്, അല്ലെങ്കിൽ CPIM വിവാദമാക്കാൻ ശ്രമിക്കുകയാണ്. ഈ പാട്ട് എഴുതിയ ആൾക്കെതിരെ കേസ് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. പോലീസിന് DGPക്ക് പരാതി ലഭിച്ചു. അത് അന്വേഷണത്തിന് വിട്ടിട്ടുണ്ട്. ആദ്യഘട്ടം ഒരു അന്വേഷണം നടത്തി അതിൽ കേസെടുക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ. അപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരൊക്കെ പറയുന്നത് പൂർണ്ണമായും ജാമ്യം കിട്ടിയിട്ട് വന്നാൽ മതി എന്നുള്ളതാണ്. CPIMകാരനും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ CPIMകാരനും രാഹുൽ ഈശ്വറും ഒക്കെ ചാനൽ ചർച്ചയിൽ അടികൂടുന്നതും മറ്റുമൊക്കെ നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ വിഷയത്തിൽ കേസ് ജാമ്യം പൂർണ്ണമായി കിട്ടാതെ നാട്ടിൽ വരേണ്ടതില്ല എന്നാണ് കൃത്യമായി രാഹുൽ പറയുന്നത്. കാരണം CPIMകാർ ഉള്ളിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കതൊന്ന് കേൾക്കാം. എനിക്കെതിരെയും തിരുവനന്തപുരം സൈബർ പോലീസ് തന്നെ കേസെടുത്തത് 100% ജാമ്യം കിട്ടിയിട്ട് മാത്രമേ വരാവൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം ജയിലിലിടുകയും മുസ്ലിങ്ങളായതുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ പാട്ട് എഴുതിയെന്ന് ഇവർ കഥ ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സ്റ്റേഷൻ ജാമ്യം തന്നുവിടാന്ന് പറയുന്ന കേസിൽ 16 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. യാതൊരു മെറിറ്റുമില്ലാതെ എനിക്ക് നോട്ടീസുകാരെ അറസ്റ്റ് ചെയ്താൽ ഇനിയും ഇവരാരും ഇന്ത്യയില്ലാത്തത് ഭാഗ്യം. അതുകൊണ്ട് ആദ്യം ചിലപ്പോൾ ലോവർ കോടതികളിൽ നിന്ന് കിട്ടില്ല, അവർ ഈ ശക്തമായ ചിലപ്പോൾ നിലപാടുകൾ എടുത്തെന്ന് വരില്ല. പകരം ബഹുമാനപ്പെട്ട കോടതികളിൽ പോയി ACJMO സെഷൻസോ ഹൈക്കോടതിയിലോ ഒക്കെ പോയി ശക്തമായ നിലപാടെടുത്ത് ജാമ്യമെടുത്ത് മാത്രമേ വരാവൂ. ഇല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച പോലെ ലാപ്ടോപ്പും മൊബൈലും എടുത്തുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല, കുറച്ച് മെനക്കെടുത്താം എന്നൊരു ചിന്തയിൽ മാത്രമാണ്. എന്നിട്ട് പ്രോസിക്യൂഷൻ യാതൊരു മടിയില്ലാതെ കള്ളങ്ങൾ പറയും, ഇവർക്ക് വേറെ ബന്ധങ്ങളുണ്ടെന്ന് പറയും, ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കും, 153 അടക്കം പഴയ IPCയിലുള്ള മതവിദ്വേഷം പറയും. ഈ കള്ളത്തരമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് ശരിയല്ലെന്ന് പറയാൻ ധൈര്യമുള്ള ആൾക്കാർ ഈ നാട്ടിൽ കുറവാണെന്നുള്ളതാണ് വിഷമം. അപ്പോൾ അതാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. പൂർണ്ണമായും മേൽക്കോടതിയിൽ പോയിട്ട് പൂർണ്ണമായും ജാമ്യം കിട്ടിയതിന് ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് ഇറങ്ങാവൂ, അല്ലെങ്കിൽ CPIMകാർ കുടുക്കിക്കളിയും എന്ന് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാർ കുടുക്കാനുള്ള തീരുമാനത്തിലാണ്. എനിക്കെതിരെയും തിരുവനന്തപുരം പോലീസ് തന്നെയാണ്, സൈബർ പോലീസ് തന്നെയാണ് കേസെടുത്തത്. സ്റ്റേഷൻ ജാമ്യം തരാമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി എന്നെ 16 ദിവസം ഉള്ളിലിട്ട് കളഞ്ഞു എന്നാണ് അദ്ദേഹം. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയിൽ അതിജീവിതയുടെ പേരുവിവരങ്ങളൊക്കെ വ്യക്തമാക്കി എന്നൊക്കെ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ ശബരിമലയുടെ വിഷയം ചർച്ചയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഇലക്ഷൻ കഴിയുന്നത് വരെ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ഉള്ളിലാക്കിയ ഒരു സംഭവം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയാണ്, എന്നെ ഉള്ളിലാക്കിയതുപോലെ നിങ്ങളെയും ഈ കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളിലാക്കി കളിയും, അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ജാമ്യം കിട്ടിയതിന് ശേഷം മാത്രമേ നാട്ടിൽ വരാവൂ എന്ന്. ഈ നാദാപുരത്തുകാരനായി ഈ കുഞ്ഞബ്ദുള്ളക്ക ഈ ഖത്തറിലാണല്ലോ ഉള്ളത്. അദ്ദേഹം ഖത്തറിൽ നിന്നാണ് ഈ അയ്യപ്പ എന്ന സോങ്ങിൻ്റെ പാരഡി എഴുതുകയും അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത് വൻ ഹിറ്റിലേക്ക് പോവുകയും ചെയ്തത്. ഇപ്പോൾ അങ്ങ് ഡൽഹിയിൽ പാർലമെന്റിന് പുറത്തു വരെ ഈ സോങ് MP മാർ ആലപിക്കുന്ന രീതിയിലേക്ക് ചാനൽ മുഴുക്കയും സ്റ്റേജുകൾ മുഴുക്കയും ഈ പാട്ട് ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് CPIMമാർക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. അവർക്ക് സ്വർണം കക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ദേഷ്യമൊന്നും വന്നിരുന്നില്ല. ഇപ്പോൾ അത് പിടിക്കപ്പെട്ടപ്പോഴാണ്, ഈ പാട്ടൊക്കെ വിവാദമായപ്പോഴാണ് ഇപ്പോൾ ഇലക്ഷനിൽ പോലും വൻ തിരിച്ചടി, ശബരിമല വിഷയവും കൂടി ഉണ്ടായതിൻ്റെ സാഹചര്യത്തിൽ വൻ തിരിച്ചടി നേരിട്ടപ്പോൾ അവർക്ക് ഇത് എഴുതിയ ആളോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോടും പാടുന്നവരോടൊക്കെ ദേഷ്യം വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വർ പറയുന്നത് കൊടുക്കും, പൂർണ്ണമായും ജാമ്യം എടുത്തിട്ട് വന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഈ കുഞ്ഞബ്ദുള്ളക്ക ചാനൽ ചർച്ചയിൽ കുഞ്ഞബ്ദുള്ളക്കയും ഉണ്ടായിരുന്നു. കുഞ്ഞബ്ദുള്ളക്ക ഖേദം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. അതൊന്ന് കേൾക്കാം. എന്തെങ്കിലും വിശ്വാസം പ്രകടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കാം. ഈ സാധു ഖേദം പ്രകടിപ്പിക്കുന്നത് കേട്ടപ്പോൾ രാഹുൽ ഈശ്വറിന് ഖേദം തോന്നി എന്നുള്ളതാണ്. കാരണം യാതൊരു കാര്യവുമില്ല. കാരണം
ഇത്തരത്തിലൊരു ഈ ഒരു അയ്യപ്പ എന്ന പാട്ടിന്റെ പാരഡിയായിട്ട് പോലും നൂറുകണക്കിന് സോങ്ങുകൾ ഈ ഒരു ഇലക്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം വാർഡുകളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ കേരളത്തിലുണ്ട്. അത്തരത്തിൽ ആയിരക്കണക്കിന് സോങ്ങും ഇത്തരത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും 2-3 സോങ് ഇറങ്ങുന്ന കാലയളവാണിപ്പോൾ. ജയിക്കാത്ത എൻ്റെ അറിവിൽ എനിക്ക് തന്നെ അറിയാം, അയാൾക്ക് കിട്ടിയത് 10 വോട്ടാണ്. അയാളും ഇറക്കിയിട്ടുണ്ട് ഒരു പാട്ട് എന്നുള്ളതാണ് ഈ ഇലക്ഷന് വേണ്ടിയിട്ട്. ആ സ്ഥാനാർത്ഥിയും ഒരു സോങ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പിന്നെ ജയിക്കുന്ന സ്വാധീനമുള്ള ആളുകളൊക്കെ ഇറക്കിയ സോങ്ങുകളുടെ എണ്ണമുണ്ടോ? അപ്പോൾ അയ്യപ്പ എന്നതിൻ്റെ പാരഡി പോലും പലതും ഇറങ്ങിയിട്ടുണ്ട്, ഈ ഒരു പാട്ടിൻ്റെ പോലും. അപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പാട്ടിന് വേണ്ടി മാത്രം എഴുതിയ ആൾക്കെതിരെ കേസ് കൊടുക്കുക, അതിനെ വിവാദമാക്കുക, അത് അയ്യപ്പ ഭക്തർക്ക് വ്രണമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CPIM-ന്റെ ഏറ്റവും നെറികെട്ട സ്വഭാവവും എന്നല്ലാതെ ഇതിനെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് കേട്ടപ്പോൾ രാഹുൽ ഈശ്വറിന് ഖേദം തോന്നി. അദ്ദേഹം പറയുന്നു, യാതൊരു രീതിയിലും ഇത് ഞാനൊരു അയ്യപ്പ ഭക്തൻ എന്ന രീതിയിൽ പറയുകയാണെന്ന് അദ്ദേഹം പറയാണ്. ഒരയ്യപ്പ ഭക്തന്മാരെയും ഇത് വ്രണപ്പെടുത്തിയിട്ടില്ല, വിശ്വാസത്തെ വ്രണപ്പെടുത്തിയിട്ടില്ല, യാതൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഇത് പറയുന്നത് കേട്ടപ്പോൾ ഈ CPIM-കാർ, കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു KT കുഞ്ഞിക്കണ്ണനുണ്ട് ഈ ചർച്ചയിൽ. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നതാണെന്ന് തോന്നുന്നു, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുകയാണ്. എന്താ താങ്കൾ എന്താ വിശ്വാസികളുടെ കുത്തക ഏറ്റെടുക്കുകയാണോ? CPIM-കാർ എപ്പോഴാണ് വിശ്വാസിയായത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴാണ് വിശ്വാസിയായതെന്ന്. ഏതായാലും നമുക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കം കൂടുന്നതെന്ന് കേൾക്കാം. അല്ല, ഞാൻ വീണ്ടും ചോദിക്കുന്ന ശ്രീ നിഷാദേ, ഇതൊന്ന് പറയണേ. ശ്രീ നിഷാദ് ഇതൊന്ന് പറയണേ. എനിക്കറിയാം, ക്ഷമിക്കണം, ഷിബു മിരാനിലേക്ക് വിശ്വാസികളുടെ കുത്തക രാഹുൽ ഈശ്വരനാണോ? ഈ വിശ്വാസികളുടെ കുത്തക രാഹുൽ ഈശ്വരനാണോ? ഈ രാഹുൽ ഈശ്വർ വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ? രാഹുൽ ഈശ്വർ ആരാണ് വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ? വിശ്വാസികളുടെ കുത്തക ഏറ്റെടുക്കരുതോ? നിങ്ങളാണോ വിശ്വാസം പറയുന്നത്? വിശ്വാസികളുടെ കുത്തക താങ്കളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. കേരള സമൂഹത്തിന്റെ മുമ്പിൽ താങ്കൾ ആരാണ്? കേരള സമൂഹത്തിന് മുമ്പിൽ വിശ്വാസികളുടെ അംബാസഡറാണോ? വിശ്വാസികളുടെ ഏജൻസി വിശ്വാസികളുടെ ഏജൻസി എടുക്കണ്ട എന്നാണ്. വിശ്വാസികളുടെ ഏജൻസി എടുക്കണ്ടെന്നാണ്. ഞാനൊന്ന് ഇദ്ദേഹത്തെ പോലെ ഒരാളെ ഇരുത്തി ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല. ആരാണ് കേരളത്തില്? അതിന്മേൽ വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോലെ ഇല്ല. ഇതൊക്കെ തന്നെയാണ് രാഹുലിനോട് ഈ CPIM-കാർക്ക് ദേഷ്യം എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള അജണ്ടകളൊക്കെ നടപ്പാക്കുമ്പോൾ ചാനലിൽ വന്നിരുന്ന് ഇത്തരത്തിലുള്ള കള്ളക്കേസുകളും മറ്റുമൊക്കെ ഉണ്ടാക്കി ആളുകളെ കൊടുക്കാൻ നോക്കുമ്പോൾ ഈ രാഹുൽ ഈശ്വർ വന്ന് അത് കൃത്യമായ അതിൻ്റെ അഭിപ്രായം പറയും. ഇവിടെ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാരനായ കുഞ്ഞിക്കണ്ണനാണോ അതോ ശബരിമല വിഷയത്തിൽ പോലും ജയിലിൽ കിടക്കുകയും ശബരിമല വിഷയത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഈ കൃത്യമായ ഹിന്ദു വിശ്വാസിയായ രാഹുൽ ഈശ്വർ ആണോ അയ്യപ്പ ഭക്തൻ എന്ന് പച്ചവെള്ളം പോലെ കേരളത്തിലുള്ളവർക്ക് അറിയാവുന്ന വിഷയമാണ്. പക്ഷെ ഇപ്പോ CPIM-കാർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ അയ്യപ്പ ഭക്തി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പാരഡിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടതിന് ശേഷം ഇവർക്ക് വലിയ അയ്യപ്പ ഭക്തി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായി തോന്നുകയാണ്. ഇവിടെ രാഹുൽ ഈശ്വർ കൃത്യമായി ചോദിക്കുകയാണ്, ഈ കുഞ്ഞിക്കണ്ണനാണോ അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസികളുടെ കുത്തക എന്ന്. ഏതായാലും നമുക്കറിയാം, കുഞ്ഞിക്കണ്ണനേക്കാൾ അവകാശം, വിശ്വാസികളുടെ അവകാശം രാഹുൽ ഈശ്വറിന് മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ രാഹുൽ ഈശ്വറിനെ കള്ളക്കേസിൽ കുടുക്കി, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും നമുക്കറിയാം ഒരു പരിധിവരെ കള്ളക്കേസാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം പലപ്പോഴും ഉഭയസമ്മതപ്രകാരം നടന്ന ചില കാര്യങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുത്തിപ്പൊക്കി അതൊക്കെ കേസ് കൊടുക്കുന്ന ചില മ്ലേച്ഛമായ സ്ത്രീകളുടെ സ്വഭാവത്തിന് CPIM ഫണ്ട് ചെയ്യുന്നു എന്നല്ലാതെ മറ്റൊന്നും ആ വിഷയത്തിലൊന്നുമില്ല. ചില അശ്രദ്ധകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടി അതൊക്കെയും ഈ UDF-നെ ഈ ഇലക്ഷനിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഗൂഢാലോചനയായിരുന്നു. പക്ഷെ അതൊക്കെയും പാളിപ്പോയി. അതിൻ്റെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ കേസെടുത്തതും രാഹുൽ ഈശ്വറിനെ ഉള്ളിലാക്കിയതും ഒക്കെ അതൊക്കെ ആയിരുന്നു. പക്ഷേ
LDF കനത്ത പരാജയം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഇടക്കാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് പാരഡികൾക്ക് നടുവിൽ ഒരു പാരഡി അങ്ങ് ഹിറ്റാകുമ്പോൾ അതിനൊക്കെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ, ആ ഒരു പാർട്ടി അതിൽ കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് എഴുതിയ ആളെ ഉള്ളിലാക്കി കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നീചമായ കമ്മ്യൂണിസ്റ്റ് നടപടി എന്നല്ലാതെ ഈ വിഷയത്തിൽ മറ്റൊന്നും പറയാനില്ല. ഏതായാലും ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുന്ന രാഹുൽ ഈശ്വറിൻ്റെ ഇടപെടലിനെ എനിക്ക് വളരെ ഇഷ്ടമായി. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.